എല്ലാവർക്കും അറബി ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ അറബി ക്ലാസ്സിൻ്റെ പാർട്ട് 41 ഓക്കെ, നമ്മൾ കഴിഞ്ഞ പാർട്ടിലായിക്കൊണ്ട് അൽ-ലാഇബുൽ ജദീദ് എന്ന് പറഞ്ഞ പാഠമൊക്കെ എന്തായി എടുത്തു കഴിഞ്ഞു. ഇനി അതിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻസറുകളും അതേപോലെ തന്നെ എക്സാമിനൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് ഇതിന് ചോദിക്കലുണ്ട്. ആരോഗ്യത്തിനെ കുറിച്ചായിക്കൊണ്ട് കുറേ പോസ്റ്റർ ഉണ്ടാക്കാനും അങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ് ഇനി നമ്മൾ എന്താവുന്നത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിന് മുമ്പായിക്കൊണ്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല, ഞങ്ങൾ ചെയ്യുന്ന ഓരോ വീഡിയോസുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിക്കൊണ്ട് ലഭിക്കാൻ വേണ്ടി തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അൽ വജബാത്ത് സരിയ. ഈ വജബാത്ത് സരിയ എന്ന് പറഞ്ഞാൽ ഈ ഫാസ്റ്റ് ഫുഡ് ഉണ്ടല്ലോ, അതിനാണ് ഈ വജബാത്ത് സരിയ എന്ന് പറയാം. ഓക്കെ, ഇവിടെ എന്തായിട്ടുണ്ട്, കുറച്ച് ഫാസ്റ്റ് ഫുഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് വായിച്ച് നോക്കാം. ഒന്ന് അസമക്കും മഖദിയുൻ, പൊരിച്ച മീനുണ്ടല്ലോ അതിനാണ്. ഓക്കെ, പിന്നെ ഷവർമ എല്ലാവർക്കും അറിയുന്നതാണ്. ബർഗർ, അതേപോലെ തന്നെ ബത്താത്ത മക്ലിയൻ എന്ന് പറഞ്ഞാൽ ഈ പൊരിച്ച ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ അതിനാണ് ബത്താത്ത മക്ലിയുൻ എന്ന് പറയുന്നത് കേട്ടോ. പൊരിച്ച ഉരുളക്കിഴങ്ങിനാണ് ബത്താത്ത മക്ലിയുൻ. പിന്നെ ഫലാഫിൽ, അതേപോലെ തന്നെ പിസ്സ, അതൊക്കെ എന്താണ് ഫാസ്റ്റ് ഫുഡാണ്. ഇവിടെ കുറച്ചുകൂടി പറഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ ഓരോ അത് തിന്നാൽ നമുക്ക് ഉണ്ടാവുന്ന ഓരോ പ്രശ്നങ്ങളാണ് ഇനി എന്താവുന്നത് ഇവിടെ പറയാൻ പോകുന്നത്. അൽ മഖാത്തിർ, അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? സുഅറാത്തുൻ ഖാത്തില എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫാക്റ്റ് അധികരിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, സംനത്തുൻ മുഫ്തിറത്തുൻ, ഈ ഫാക്റ്റ് അമിതമായ ഫാക്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ സുഅറാത്ത് എന്ന് പറഞ്ഞാൽ കലോറികൾ, ഖാത്തില കൊല്ലുന്ന കലോറികൾ എന്ന് പറഞ്ഞാൽ സംനത്തുൻ മുഫ്രിതത്തുൻ എന്ന് പറഞ്ഞാൽ അമിതമായ ഫാറ്റ് ഉണ്ടാവും, അതുകൊണ്ട് ഉണ്ടാവും. ഓക്കെ, പിന്നെ ഇർത്തിഫാഉ ളഗത്തി ദമി, രക്തസമ്മർദ്ദം അതുകൊണ്ട് ഉണ്ടാവുന്നതാണ്. അസറുഹ അലൽ ജിഹാസിൽ ഹലമി, അതുകൊണ്ട് നമുക്ക് എന്താവും നമ്മുടെ ദഹനത്തിന് കുറേ പ്രോബ്ലംസ് ഉണ്ടാവുന്നതാണ്. പിന്നെ ഫഖറുദ്ദമി അനീമിയ അതിൻ്റെ അത്ഫാല്, കുട്ടികളൊക്കെ ഇപ്പോൾ പല കുട്ടികളും ഫുള്ള് ചെറുപ്പത്തിൽ തന്നെ ഫുള്ള് ഫാസ്റ്റ് ഫുഡ് തിന്ന് അങ്ങനെ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെവർക്കുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ അനീമിയ എന്ന് പറഞ്ഞ രോഗം ഉണ്ടാവും, കുട്ടികളിൽ ഉണ്ടാവുന്നതാണ് രക്തക്കുറവ്. ഓക്കെ, പിന്നെ തുസബിബു സർത്താൻ, ക്യാൻസർ അതിനെന്താവുന്നതാണ് കാരണമാവുന്നതാണ്. ഓക്കെ, എന്നൊക്കെയാണ് അവിടെ കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ ആക്ടിവിറ്റീസിലേക്ക് എന്താവാൻ പോകാം. നഖ്റഉ, നമുക്ക് വായിക്കാം. നശ്റത വനഫ്ഹമു, നമുക്ക് ഈ അടി കൊടുത്തിട്ടുള്ള ഈ ചെറിയ ഒരു ലഘു വായിച്ചതിന് ശേഷം എന്താവാം നമുക്കത് മനസ്സിലാക്കാം. ഓക്കെ, ഒന്ന് ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുള്ളത് അൽ അഖിൽ അസീസ്, എൻ്റെ സഹോദര. അൽ യൗമ തസ്ദാദു ഫി ബിലാദിന അൽ അംറാദു നാതിജ ബിനമത്തിൽ ഹയാതി ഫഅലൈക്കൽ ഇഹ്തിമാമു ബി ഉമൂരി താലിയ. അല്യൗമു, ഇപ്പോൾ, ഈ ദിവസം, ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു സിറ്റുവേഷനിൽ തസ്ദാദു ഫി ബിലാദിന, നമ്മുടെ നാടിൽ അധികരിക്കുന്നു. തസ്ദാദു ഫി ബിലാദിന, നമ്മുടെ നാടിൽ അധികരിക്കുന്നുണ്ട്. അൽ അംറാദു നാതിജ ബിനമത്തിൽ ഹയാത്ത്, ഈ മോശമായ ഈ കുറേ രോഗങ്ങൾ എന്താവുന്നുണ്ട്. ഓക്കെ, ഫി ബിലാദിൽ അംറാദു നാതിജ ബിനമത്തിൽ ഹയാത്തി, ജീവിതശൈലി കൊണ്ട് പല രോഗങ്ങളും എന്താവുന്നുണ്ട് നമ്മുടെ ഈ നാട്ടിൽ ഉണ്ടാവുന്നുണ്ട്. അവരുടെ ജീവിതശൈലി കൊണ്ട് തന്നെ പല രോഗങ്ങളും നമ്മുടെ ഈ നാട്ടിൽ ഉണ്ടാവുന്നുണ്ട്. ഫഅലൈക്കൽ ഇഹ്തിമാം, ഫഅലൈക്കനിൻ്റെ മേൽ നിർബന്ധമാണ് അൽ ഇഹ്തിമാമു ബി ഉമൂരി താനിയ, ഈ താഴത്ത് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കൽ നിൻ്റെ മേൽ എന്താണ് നിർബന്ധമാണ്. അപ്പം എന്തൊക്കെയാണ് അത്? ഒന്ന് നവാദിബു അലാ വജബാത്ത് സഹിയ, നവാദിബു സൂക്ഷിക്കുക, സ്ഥിരമാക്കുക. ഓക്കെ, സ്ഥിരമാക്കുക. അലാ വജബാത്ത് സിഹിയ, നല്ല ആരോഗ്യപരമായ നല്ല ഫുഡ് ഉണ്ടാവില്ല, നല്ല ആരോഗ്യത്തിന് നല്ല ഫുഡ്സ്, അതൊക്കെ എന്താവുക സ്ഥിരമാക്കുക. അത് നുദാവിമു അല റിയാദത്തിൽ ബദനിയൽ കാഫിയ, നുദാവിമു സ്ഥിരമാക്കുക അല റിയാദത്തിൽ ബദനിയ, നമ്മൾ എക്സസൈസ് ഉണ്ടല്ലോ, എക്സസൈസ് കൊണ്ട് എന്താവുക സ്ഥിരമാക്കൽ കാഫിയ, മതിയായ എക്സസൈസ് ഉണ്ടാവുക നമ്മൾ ചെയ്യുക, ഓവറാക്കി ചെയ്യേണ്ട, നമുക്ക് ആവശ്യമായത് മതിയായത് നമുക്ക് എന്താവുക ചെയ്യാം. നമ്മൾ എക്സസൈസ് ചെയ്താൽ നമുക്കതിന് കൂലി കിട്ടും എന്ന് പറഞ്ഞാൽ നമ്മൾ നിയ്യത്ത് എന്തായിരിക്കണം? അൽ അഅ്മാലു ബിന്നിയ്യാത്ത് എന്നാണ്. നമ്മൾ എന്ത് ചെയ്യുന്ന പ്രവർത്തികൾക്ക് നമ്മൾ കൂലി ഉണ്ട്, പക്ഷേ നമ്മൾ നിയ്യത്ത് അനുസരിച്ച് കൊണ്ടാണ്.
നമ്മളൊരു എക്സസൈസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ കളിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ നിയത്ത് വെച്ചാൽ മതി. ഞാൻ ഇപ്പോൾ കളിക്കുന്നത് എനിക്ക് ആരോഗ്യത്തിന്, അള്ളാഹു തആലക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കളിക്കുന്നത്. അങ്ങനെ നിയത്ത് ചെയ്ത് കളിച്ചാൽ നമുക്ക് അതിന് കൂലി കിട്ടുന്നതാണ്. ഓക്കെ, അപ്പം നിയത്തൊക്കെ എല്ലാവരും നന്നാക്കിയാണ്ട് നമ്മൾ ആരോഗ്യം എന്താവുക മെച്ചപ്പെടുത്താനെന്ന് കരുതിക്കൊണ്ട് അള്ളാഹു തആലക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ആരോഗ്യം മെച്ചപ്പെടുത്താനെന്ന് കരുതിക്കൊണ്ട് എല്ലാവരും നല്ല എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെ നുഹാഫിളു അലൻ നളാഫത്തി ശഖ്സിയ, നുഹാഫിളു സൂക്ഷിക്കുക, അലൻ നളാഫത്തി ശഖ്സിയ വ്യക്തിപരമായ വൃത്തി എന്താവുക സൂക്ഷിക്കുക. നതുറുകു വജബാത്തി സരീഅ വഅത്ഇമത്തിൽ ഖുർദ, നതുറുകു നമുക്ക് ഉപേക്ഷിക്കാം, അൽ വജബാത്തു സരീഅ ഫാസ്റ്റ് ഫുഡ് എന്താവാം ഉപേക്ഷിക്കാം, വൽ അത്ഇമത്തിൽ ഖുർദ അതുപോലെ തന്നെ ഈ ഗുണമില്ലാത്ത ആവശ്യമില്ലാത്ത ഒരു ഫുഡ്സ് ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് എന്താവാം, ഭക്ഷണങ്ങളൊക്കെ നമുക്ക് എന്താവാം ഒഴിവാക്കാം. തജന്നുബുൽ ഹൽവയാത്ത് വൽ വജബാത്തു മശ്വിയ, തജന്നബു നമുക്ക് എന്താവാം ഒഴിവാക്കാം, അൽ ഹൽവയാത്ത് ഈ മിഠായികളൊക്കെ നമുക്ക് ഒഴിവാക്കാം, അൽ വജബാത്തുൽ മശ്വിയ ഈ വജബാത്തുൽ മശ്വി പൊരിച്ചതും അതിൻ്റെ മക്കളിയ കരിച്ചതും പൊരിച്ചതുമായ കുറേ ഫുഡ്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് എന്താവാം ഒഴിവാക്കാം എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കുക, ഇങ്ങനത്തെ ഒക്കെ കുറേ നമുക്ക് വരുന്നത് എക്സാമിന് എന്തായാലും ചോദിക്കുന്നതാണ് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ. അപ്പോൾ ഒക്കെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക, അത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നമുക്ക് വായിക്കാം. ഈ താഴത്ത് തന്നിട്ടുള്ള ഓരോ പോയിന്റ്സ് ഉണ്ടാവുക, വായിക്കുക. വനുഇദു എന്നിട്ട് നമുക്ക് തയ്യാറാക്കാം. അന്നശ്റാത്തി നമുക്ക് ചെറിയൊരു ലഘുലേഖനം, ഇത് നമ്മൾ മേലെ കണ്ടില്ലേ, ഇതിപ്പോൾ ഒരു ലഘുലേഖനം നമുക്ക് എന്താവാം തയ്യാറാക്കാം. ഈ പകർച്ചവ്യാധിയെ തടയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താവാം അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പോയിന്റ്സുകൾ നമുക്കും തയ്യാറാക്കാം. അപ്പോൾ അതിൻ്റെ ഹിൻസ് എന്തൊക്കെ തന്നിട്ടുള്ളത്, നമുക്ക് ഏതിൽ ആ ഒരു പോയിന്റ്സ് ഉണ്ടല്ലോ, ആ പോയിന്റ്സിൽ നിന്നാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് കേട്ടോ. അവിടെ എന്തൊക്കെ പോയിന്റ്സ് തന്നിട്ടുള്ളത്, അന്നളാഫത്ത് ശഖ്സിയ വ്യക്തിപരമായ വൃത്തി, അതുപോലെ തന്നെ അന്നളാഫത്തുൽ ബീഅത്തി വൽ മിയാഹ്, അന്നളാഫത്തി വൃത്തി, അൽ ബീഅത്തി വൽ മിയാഹ് പ്രകൃതിയും വെള്ളത്തിലൊക്കെ ഉള്ള വൃത്തി. നമ്മൾ പ്രകൃതിയും വെള്ളമൊക്കെ എന്താവും നല്ലപോലെ നമ്മൾ വേസ്റ്റ് ഒന്നും പ്രകൃതിയിലേക്ക് ഇടാതെ അതേപോലെ തന്നെ വെള്ളത്തിലേക്കൊന്നും വേസ്റ്റ് ഇടാതെ നമ്മൾ എന്താവുക അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മളെ പ്രകൃതി നമ്മൾ എന്താവുക സൂക്ഷിക്കുക, വൃത്തിയായി സൂക്ഷിക്കുക. ഓക്കെ, പിന്നെ അൽ ജറാസിം വൽ ഫൈറൂസാത്ത് ഈ ബാക്ടീരിയ, അതേപോലെ തന്നെ ഫൈറൂസാത്ത് വൈറസുകൾ, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ. പിന്നെ അൽ ബഅൂലാത്ത് വൽ ഫീറാൻ, അൽ ബഅൂലാത്ത് ഈച്ചകൾ, ഹൗസ് ഫ്ലൈ, അതേപോലെ തന്നെ വൽ ഫീറാൻ എലികൾ, അതൊക്കെ ഒരേ ഹിൻസാണ്. പിന്നെ അൽ മാ ഉസ്സാഹിൻ ചൂടുള്ള വെള്ളം, അത് തന്നെ അൽ വജബാത്തു സരീഅ ഫാസ്റ്റ് ഫുഡ്സ്, പിന്നെ അൽ അത്ഇമത്തുൽ മക്ശൂഫ ഈ മതിയായ ഭക്ഷണങ്ങൾ, അൽ അത്ഇമത്തുൽ മക്ശൂഫ മതിയായ ഭക്ഷണങ്ങൾ. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് തന്നിട്ടുണ്ട്, കുറച്ചൊന്ന് എഴുതി കാണിച്ചു തന്നിട്ടുണ്ട്. എന്താണ് ഓക്കെ, അൽ അത്ഇമത്തുൽ മക്ശൂഫ എന്ന് പറഞ്ഞാൽ പൊരിച്ച ഫുഡ് അങ്ങനത്തെ ഒന്നും കേട്ടോ. എന്താ അൽ അഖീൽ മുവാത്തിൻ നാട്ടുകാരെ എന്ന് പറയില്ല, അതിലാണ്. ഓക്കെ, അൽ അംറാദുൽ മഅദിയത്തു തൻതശിറു ഫീ ബിലാദിന യൗമൻ ഫയൗമ, അൽ അംറാദു രോഗങ്ങളാകുന്നത്, അൽ മഅദിയത്തു പകർച്ചയാതെ വിട്ടുകിടക്കുന്ന രോഗങ്ങളാകുന്നത്, തൻതശിറു ഫീ ബിലാദിന നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പടർന്നു കൊണ്ടിരിക്കുകയാണ്. യൗമൻ ഫയൗമൻ ഓരോ ദിവസമായി കൊണ്ടത് പടർന്ന് നിൽക്കുകയാണ്. ഫഅലൈക അൽ ഇഹ്തിമാം നിങ്ങളുടെ മേൽ നിർബന്ധമാണ് അൽ ഇഹ്തിമാമു ബി ഉമൂരി താലിയ ഈ താഴത്ത് പറയുന്ന കാര്യങ്ങൾ സൂക്ഷിക്കൽ നിങ്ങളുടെ മേൽ നിർബന്ധമാണ്. ഇപ്പം എന്തൊക്കെയാണ്, അപ്പോൾ ഈ ഓരോ പോയിന്റ്സിൻ്റെ അവിടെ നമ്മൾ നുഹാഫിൽ അതേപോലെ തന്നെ അതിന് അനുയോജ്യമായ ഓരോ വേർഡ്സ് വെച്ചുകൊണ്ട് എന്താണോ അത് നമ്മൾ ഫില്ല് ചെയ്യണം. ഇപ്പം കണ്ടോ, നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ നളാഫത്ത് ശഖ്സിയ വ്യക്തിപരമായ വൃത്തി, അതിനെ കുറിച്ചിട്ട് ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത്,
ഹാഫിൽ എന്നൊരു പദം എന്തായി കൊടുത്തു. അപ്പോൾ എന്താ ചെയ്യാൻ ശരിയായി. ഹാഫിളു അല നവാഫത്തി ഷഖ്സിയ, ഹാഫിളു നമുക്ക് സൂക്ഷിക്കാം, അല നവാഫത്തി ഷഖ്സിയ വ്യക്തിപരമായ വ്യക്തി എന്താവുക നമുക്ക് സൂക്ഷിക്കാം. ഈ രണ്ടാമത്തെ പോയിന്റ് എന്താണ്, അന്നലാഫത്തുൽ ബിഅത്തി വൽ മിയാഹ്, അന്നലാഫത്തു ബിഅത്തി വൽ മിയാഹ്. അതുപോലെ തന്നെ വൃത്തി നലാഫത്തു ബിഅത്തി വൽ മിയാഹ്, നമ്മൾ പ്രകൃതിയെയും വെള്ളത്തെയും നമുക്ക് എന്താ സൂക്ഷിക്കുക. അവിടെ നമുക്ക് എന്ത് കൊടുക്കാം, നുഹാഫിളു അല നലാഫത്തി ബിഅത്തി വൽ മിയാഹ് എന്നെന്താവാം കൊടുക്കാം. തലക്ക് നുഹാഫിളു അല എന്ന് കൊടുത്താൽ മതി. പിന്നെ മൂന്നാമത്തെ പോയിന്റ് എന്താ, അൽ ജറാസിം വൽ ഫൈറോസാത്ത്, ബാക്ടീരിയ വൈറസുകൾ നമുക്ക് ഇവയ്ക്ക് ഒഴിവാക്കാം. അതെങ്ങനെ പറയാം, പിന്നെ നമുക്ക് സൂക്ഷിക്കാം, ഒഴിവാക്കാം. നഖലിൽ ജറാസിമു, നഖലീനാവട്ടെ അവിടെ കൊടുക്കുക, നഖലി അലൽ ജറാസിമി വൽ ഫൈറൂസാത്ത്. പിന്നെ എന്താണ്, അൽ ബഔലാത്ത് വൽ ഫീറാൻ, അൽ ബഔലാത്ത് ഈച്ചകളും അതേപോലെ വൽ ഫീറാൻ എലികളും നമുക്ക് ഇവയിൽ നിന്നൊക്കെ വിട്ടുമാറാം. അതെങ്ങനെ കൊടുക്കുക, തജന്നുബു അലൽ ബഔലാത്തി വൽ ഫീറാൻ. ഓക്കെ. പിന്നെ അൽ മാഉ സാഖിൻ, നമുക്ക് ചൂടുള്ള വെള്ളം, അവിടെ നമുക്ക് എന്ത് കൊടുക്കാം, നമുക്ക് ചൂടുള്ള വെള്ളം സ്ഥിരമാക്കാം. എങ്ങനെ കൊടുക്കാം, നുവാലിബ് അലൽ മാഇ സാഖിൻ. ഓക്കെ. പിന്നെ എന്താവാ, വജ്ബാതു സരിഅ, ഫാസ്റ്റ് ഫുഡ്സ് നമുക്ക് അവിടെ എങ്ങനെ കൊടുക്കാം, നതറുകുൽ വജബാതു സരിഅ, നമുക്ക് ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കാം. പിന്നെ ലാസ്റ്റ് പോയിന്റ് എന്താണ്, അതും അതേപോലെ തന്നെ. അപ്പോൾ അവിടെ നെത്രുക്ക് അറ്റിമത്തിൽ മക്ഷൂഫ. ഓക്കെ, ഇതൊക്കെ എന്താവുക ഇവിടെ ഫില്ല് ചെയ്താണ് കൊടുക്കട്ടോ. ഇനി കൊടുത്തിട്ടുള്ള നുഇദ്ദു നമുക്ക് തയ്യാറാക്കാം, അൽ മുദക്കിറത്തിൻ അൻ അദാത്തി സഹിയ ഫി തഅമി വശറാബി മുസ്തഖിദമൻ നിക്കാത്തി. നുഇദ്ദു നമുക്ക് തയ്യാറാക്കാം, അൽ മുദക്കിറ ഒരു ചെറിയൊരു കുറിപ്പ് നമുക്ക് അതാവാം തയ്യാറാക്കാം, അൻ അദാത്തി സഹിയ ഈ ആരോഗ്യത്തിൻ്റെ ആദാത്തി സഹിയത്തി ഫി തഅമി വശറാബി നമ്മുടെ ഭക്ഷണത്തിലും അതേപോലെ പാനീയങ്ങളിലും നമ്മുടെ ആരോഗ്യത്തിന് സ്ഥിരമാക്കാൻ പറ്റിയ ഒരു കുറിപ്പ് നമുക്ക് എന്താവും തയ്യാറാക്കാം. മുസ്തഖിദമത്തിൻ നിക്കാത്തി ഈ താഴത്ത് തന്നിട്ടുള്ള ഓരോ പോയിന്റ്സ് വെച്ച് നമ്മുടെ ആരോഗ്യത്തിനും നമ്മളെ ഭക്ഷണത്തിലും പാനീയങ്ങളിലും നമ്മളെ ആരോഗ്യത്തിന് വേണ്ടി എന്തൊക്കെ ഭക്ഷണങ്ങളാണ് സ്ഥിരമാക്കേണ്ടത് അങ്ങനത്തെ കുറിച്ച് കണ്ട് ചെറിയൊരു കുറിപ്പ് എന്താവാം നമുക്ക് തയ്യാറാക്കാം. അതിൽ ഓരോ ഹിൻസ് എന്താവാം വായിക്കാതെ. അൽ അനാസിറുൽ മുഹ്താജത്തു ലിനുമൂവിൽ ജിസ്മി, അൽ അനാസിറു ഘടകങ്ങൾ ഒക്കെ പറയില്ലേ, അതിനാണ് അൽ അനാസിറുൽ മുഹ്താജത്തു ലിനുമൂവിൽ ജിസ്മി. അൽ അനാസിർ ഘടകങ്ങൾ, മുഹ്താജ ആവശ്യമായ ഘടകങ്ങൾ, ലിനുമൂവിൽ ജിസ്മി നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ഘടകങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനത്തെ ഒരു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എന്താ നമുക്ക് തുടങ്ങാം. സോ അങ്ങനത്തെ ഒരു ഹിൻസാണ് ആദ്യം നിന്ന് കൊടുത്തിട്ടുള്ളത്. പിന്നെ അൽ മഷ്റൂബാത്തിൽ റാസിയ ഈ ഗ്യാസുള്ള ഫുഡ്സ് പാനീയങ്ങൾ, ഗ്യാസുള്ള പാനീയങ്ങൾ. പിന്നെ അൽ ഹുലാറുൽ വൽ ഫവാക്കിഹ് പച്ചക്കറികളും ഫ്രൂട്ട്സും. ഓക്കെ. പിന്നെ അൽ മഷ്ഫിയുൽ വൽ മഷ്ഫിയു വൽ മഖ്ലിയു, മഷ്ഫി എന്ന് പറഞ്ഞാൽ പൊരിച്ചതും അതുപോലെ തന്നെ അൽ മഖ്ലിയു കറിച്ചതും. പിന്നെ അൽ വജ്ബാത്തു സരീഅ അതേപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ്സ്. അൽ അൽബാൻ വൽ ലുഹൂം, അൽബാൻ എന്ന് പറഞ്ഞാൽ ലബനിൻ്റെ ജംആണ് അൽബാൻ എന്ന് പറഞ്ഞാൽ പാല്. പിന്നെ അൽ ലുഹൂം ലഹ്മിൻ്റെ ജംആണ് ലുഹൂം എന്ന് പറഞ്ഞാൽ ഇറച്ചി മാംസം ഒക്കെ പറയില്ല നമ്മൾ, അതിനാണ്. ഓക്കെ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളൊരു എന്താണ് ഒരു ചെറിയ കുറിപ്പ് തയ്യാറാക്കാൻ. ഇപ്പോൾ ഏകദേശം തുടക്കം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ ഫസ്റ്റിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ടല്ലോ, അനാസിറുൽ ലിനുമൂവിൽ മുഹ്താജത്തിൽ ലിനുമൂവിൽ ജിസ്മി എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താ പറയാം, എന്താണ് നമുക്ക് ഇങ്ങനത്തെ തുടങ്ങാം. ഇപ്പോൾ അൽ വജബാത്തു സഹിയ നമ്മൾ ഈ നല്ല ഫുഡ്സ് ഉണ്ടല്ലോ, പ്രോട്ടീൻ ഫുഡ്സ് എന്താണ് നമുക്കത് ആവശ്യമായതാണ്, നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായതാണ്. അൽ വജബാത്തു ശരീഅ മുഹ്താജത്തു ലിനുമൂവിൽ അൽ വജബാത്തു സിഹിയ മുഹ്താജത്തുൻ ലിനുമൂവിൽ ജിസ്മി എന്ന് പറഞ്ഞിട്ട് എന്താ നമുക്ക് തുടങ്ങാം. എന്നിട്ട് വാക്കിങ്ങിന് ഓരോ പാനീയങ്ങളതും അതേപോലെ തന്നെ ഇങ്ങനത്തെ ഇതിലോരോ ഹിൻസ് വെച്ചിട്ട് എന്താവുക ഫില്ല് ചെയ്യുക കേട്ടോ. അത് നിങ്ങളെ വർക്ക്. ഞാൻ കുറേ കുറിപ്പുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ കുറിപ്പും പറഞ്ഞാൽ ശരിയാവില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒറ്റയ്ക്ക് എഴുതി നോക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്താവുക കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങൾ എന്താവുക കമൻറ്റ് ചെയ്യുക.
ഓക്കെ, താങ്ക് യു.